രാവിലെ എഴുന്നേറ്റ് പൗലോസ് ദൂതുമായിട്ട് വരികയാണ്. ആമേൻ, ഹല്ലേലൂയ. കപ്പലിനല്ലാതെ ഇതിനകത്തിരിക്കുന്ന ഒരുത്തന്റെ പ്രാണനും ഹാനി വരത്തില്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ ദൂതൻ എന്റെ അടുക്കൽ ഇറങ്ങി വന്നെന്ന്. എന്ന കാര്യം അറിയാമോ? കോൺഷ്യൻസ് ക്ലിയർ ആണ്. പരിശുദ്ധാത്മാവ് തന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ്. ആ ദൈവ ശബ്ദം പിടിക്കാൻ പൗലോസിന്റെ കോൺഷ്യൻസ്, ഹല്ലേലൂയ, ഈവൻ ദോ അവൻ തൻ സ്ട്രഗിളുകളാണ്. എവറി ഡേ ഹി ഈസ് ഫേസിംഗ് സിറ്റുവേഷൻസ് that is opposing him. Hallelujah. അവൻ തൻ പ്രതിസന്ധിയെ നേരിടുകയാണെങ്കിലും ഒഫൻസ് ഹോൾഡ് ചെയ്യാതെ വണ്ണം പൗലോസ് ജയത്തോടെ ജീവിക്കുക. അവൻ ഡേവിഡ് ഹോഗൻ എന്ന് പറയുന്ന അഭിഷക്തനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. 500-ലധികം ആ മരിച്ച ആളുകളെ ദൈവം അദ്ദേഹത്തിൽ ഉയർത്തെഴുന്നേൽപ്പിച്ചു. കാരണം എന്നറിയാമോ? The mystic secret of faith they kept in their conscience because conscience was void of all the offenses. ഈ രാജ്യത്തെ ഉപയോഗിച്ച അഭിഷക്തൻ സ്മിത്ത് വിഗൽസ്ബർഗ് 14-ലധികം ആളുകളെ മരിച്ചവരെ താൻ ഉയർത്തെഴുന്നേൽപ്പിച്ചെന്ന്. ഒരു മൂക്കിപ്പനി വന്നാൽ അട്ട ചുരുളുന്ന പോലും നാം ചുരുളുക. എന്നറിയാം, വിശ്വാസമില്ല. എന്ന കോൺഷ്യൻസ് മലിനമായിരിക്കുകയാണ്. കോൺഷ്യൻസ് ക്ലിയർ അല്ല. അകത്ത് ഒഫൻസുകൾ കിടക്കുകയാണ്. ഇന്ന് രാത്രി നീ ചിലതിനെ കുടഞ്ഞു കളയണം. ഇന്ന് രാത്രി വിട്ടുകളയുടെ കള അടുത്ത ലെവലിലേക്ക് ദൈവചനരെ എഴുന്നേൽപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് സ്തോത്രം, ഹല്ലേലൂയ, സിസ്റ്റത്തിന്റെ ഭാഗമാകാനല്ല, പരിശുദ്ധാത്മ പൂർണ്ണനായി മാറണം. God does not desire for us to be part of a system, but for us to be filled with the Holy Spirit. രാത്രി ആ കേൾപ്പിച്ച ദൂതിനെ ഓർത്ത് സ്തോത്രം ചെയ്തേ. Can we thank God for that word? സൂര്യനെ വെല്ലുന്ന ഒരു വെളിച്ചം സ്തോത്രം ഒരു മനുഷ്യന്റെ മേൽ ഇറങ്ങി വന്നു. A light that was greater than the light of the sun came down and touched a man. പൗലോസ് ആമേൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അസാധാരണമായ ഒരു ദൈവിക ഇടപെടൽ അവന്റെ മേൽ ഓപ്പണായി. Paul received a divine opening, a divine intervention from heaven that he did. ഇന്ന് രാത്രി ആരാധനയ്ക്കകത്തിരിക്കുമ്പോൾ സ്തോത്രം നാം പ്രാർത്ഥിക്കണം, ദൈവം എൻ്റെ മേൽ അങ്ങനെ ഒരു ഇടപെടിയിൽ നടക്കണം, അങ്ങനെ ഒരു ഇടപെടിയിൽ നടക്കണം. ഞാൻ അടുത്തൊരു പദം പറഞ്ഞ് ശ്രദ്ധിച്ചോണേ. ദൈവിക എൻകൗണ്ടറുകൾ നടന്ന ആരും സ്തോത്രം, ഹല്ലേലൂയ, their life are not the same again. അവർ ആളു മാറിയിട്ടുണ്ട്. ദൈവകരത്തിന് അവർ പ്രയോജനപ്പെട്ടിട്ടുണ്ട്. അവർ കാഴ്ചപ്പാടുകൾ മാറിയിട്ടുണ്ട്. അവൻ എൻകൗണ്ടറുകൾ നടക്കണം. For anyone that has experienced a divine encounter, their lives have never been the same again. Their characters have changed. ആമേൻ. നോക്കിയേ, പൗലോസിന്റെ മേൽ ഇറങ്ങി വന്ന സൂര്യനെ വെല്ലുന്ന വെളിച്ചം. നമ്മുടെ വിഷയം, നമുക്ക് നമ്മുടെ ഇന്നിന്റെ ആവശ്യം നടന്നാൽ മതി. Our problem is that we only want our daily desires to be fulfilled. നമ്മുടെ ഇന്നിന്റെ ആവശ്യങ്ങൾ ഒത്തിരി നമുക്കുണ്ട്. We have a lot of daily desires. അതിനപ്പുറത്ത് ഒരു കാഴ്ചപ്പാട് നമുക്കില്ല. We don't have a revelation to think of anything beyond ഇന്ന് that. രാത്രി നാം പ്രാർത്ഥിക്കട്ടെ, സ്തോത്രം, ദൈവമേ, ഒരു ദൈവിക എൻകൗണ്ടർ എൻ്റെ ജീവിതത്തിൽ നടക്കണം. ഇതിനകത്ത് ദൈവത്താൽ പ്രയോജനപ്പെടാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നെങ്കിൽ, pray this prayer, Lord, I need an encounter in my life. ആ എൻകൗണ്ടർ ആണ് നിന്നെ ആളെ മാറിയവനാക്കുന്നത്. ആ എൻകൗണ്ടർ ആണ് നിന്നെ വ്യത്യസ്തനാക്കുന്നത്. ആ എൻകൗണ്ടർ ആണ് നിന്നെ ദൈവരാജ്യത്തിൽ പ്രയോജനപ്പെടാൻ സഹായിക്കുന്നത്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അവൻ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനകളിൽ ഒന്ന്, ദൈവം എൻ്റെ ജീവിതത്തിന്റെ അകത്ത് പൗലോസ് അനുഭവിച്ചതുപോലെ സൂര്യനെ വെല്ലുന്ന വെളിച്ചം തന്റെ മേൽ ഇറങ്ങി വന്നതുപോലെ ഇന്ന് രാത്രി ആരാധനയ്ക്കകത്ത് അങ്ങനെ ചില ഇടപെടൽ നടക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ നിന്റെ ബുദ്ധിമണ്ഡലങ്ങൾ, കെട്ടപ്പെട്ട് കിടക്കുന്ന ബുദ്ധിമണ്ഡലങ്ങൾ യേശുവിൻ നാമത്തിൽ തുറന്നു വരട്ടെ. ന്യായപ്രമാണത്തിൽ പരീക്ഷനായ പൗലോസിന്റെ ചിന്താമണ്ഡലത്തെ തിരിച്ച അവൻ ദൈവശക്തിയുടെ വ്യാപാരം യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അവൻ, ഹല്ലേലൂയ, ദമസ്കോസിന്റെ പടിവാതിൽ വരെ എത്തിയത് പ്ലാനുകളുമായിട്ടാണ്. പക്ഷെ ആ വെളിച്ചം അടിച്ചപ്പോൾ അവന്റെ പ്ലാൻ മാറി. ദൈവിക പ്ലാനിന്റെ അകത്ത് അവൻ കയറി. He went into the city of Damascus with plans, but as that light touched his life, those plans changed. ആമേൻ. പറഞ്ഞ മനസ്സിലായോ? ദമസ്കോസിന്റെ പടിവാതിൽ വരെ പൗലോസ് വന്നത് ഭയങ്കര പ്ലാനിങ്ങോടുകൂടെയാണ്. ദൈവസഭയെ, ദൈവജനത്തെ മുടിക്കാൻ വെളിച്ചം അടിച്ചപ്പോൾ അവന്റെ പ്ലാൻ മാറി. അവൻ ദൈവിക പ്ലാനിന്റെ അകത്ത് കയറി. Till he reached the gate of Damascus, he went with a plan to destroy the church. But as the light touched him, his
plans change. ഇന്ന് രാത്രി ആരാധനയ്ക്കകത്ത് അങ്ങനെ പ്രാർത്ഥിക്കുക. ലോർഡ്, ആ വെളിച്ചം എന്റെ മേൽ കൂടെ നടിക്കട്ടെ. അവരവരുടെ തലമേൽ കൈവച്ച് പറ, ലോർഡ്, let the light fall upon my life. Let the light fall upon my life. Let my എന്റെ കാഴ്ചപ്പാട് മാറട്ടെ, എന്റെ തോട്ട് പാറ്റേൺസ് മാറട്ടെ, എന്റെ വന്ന സിസ്റ്റങ്ങൾ പൊളിയട്ടെ. ദൈവശക്തിയാൽ നടത്തപ്പെടുന്നവനായി, ആത്മപൂർണനായി ഇതിന്റെ അകത്ത് ദൈവം അങ്ങനെ ചിലരെ കാണുക. നീ ആത്മപൂർണനായി മാറാൻ, നിന്റെ പ്ലാൻ പൊളിയട്ടെ, നിന്റെ അജണ്ട പൊളിയട്ടെ, ദൈവിക പ്ലാൻ നിന്റെ മേൽ വീഴട്ടെ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. നമുക്കെല്ലാം നമ്മുടെ പ്ലാനും നമ്മുടെ അജണ്ടയും ഉണ്ട്. We all care about our own plans and our own agendas. ഹല്ലേലൂയ. പക്ഷേ വെളിച്ചമടിച്ച പിന്നെ നിന്റെ പ്ലാൻ വർക്ക് ചെയ്യില്ല, അവന്റെ പ്ലാൻ ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. But once the light has touched your life, it would no longer be your plans but his plans are working. ഇന്ന് രാത്രി ദൂതോടെ പറയാ, നിന്റെ മേൽ വെളിച്ചമടിച്ചാൽ നിന്റെ പ്ലാൻ മാറി അവന്റെ പ്ലാനിൽ കയറുമെന്ന് മാത്രമല്ല, നിന്നെ പിന്നെ ഒരു ശക്തിക്കും സ്റ്റോപ്പ് ചെയ്യാൻ കഴിയത്തില്ല. നിന്നെ ഒരു ശക്തിക്ക് പിന്നെ ലിമിറ്റ് ചെയ്യാൻ കഴിയത്തില്ല. Once that light touches you, not only will you step into his plans, but no longer any other powers will touch your life. ഇന്ന് രാത്രി സഭയുടെ വലിയ പദത്തെ ഞാൻ ആത്മാവിൽ തുറന്നു വിടുകയാണ്. ആമേൻ, ഹല്ലേലൂയ. വെളിച്ചമടിച്ചാൽ ദൈവശക്തി വ്യാപരിക്കാൻ തുടങ്ങിയാൽ, ആമേൻ, no power of darkness can stop you, nothing can limit you. Let every limitations be broken tonight by the power of the Holy Spirit. Whatever is stopping you, let that be broken in the name of Jesus. ഹല്ലേലൂയ. ആ കരമുയർത്തി നന്ദി പറഞ്ഞേ ഹല്ലേലൂയ. ഇന്ന് രാത്രി ആരാധനയ്ക്കകത്ത് ദൈവം അങ്ങനെ എന്തോ ചെയ്യുകയാണ്. നിന്റെ പരിമിതികൾ പൊട്ടി മാറട്ടെ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. പരിമിതികൾ മാറട്ടെ. May every limitation change. ആമേൻ. അൺസ്റ്റോപ്പബിൾ ആയി മാറണം. May you will become unstoppable. ഹല്ലേലൂയ. എങ്ങനെയാണെന്നറിയാമോ? സ്തോത്രം. ഹല്ലേലൂയ. നീ കാഴ്ച പ്രാപിച്ച ആത്മപൂർണനായി മാറേണ്ടതിന്. That happens when your vision changes and you become filled with the Holy Spirit. ആത്മപൂർണനായി മാറിയ പൗലോസിനെ കുറിച്ച് തിരുവെടുത്ത് നമ്മൾ ആവർത്തിച്ച് അധ്യായങ്ങൾക്കകത്ത് മനസ്സിലാക്കുന്നു. He was unstoppable. ഹല്ലേലൂയ. ഇവൻ മരണത്തിന് പോലും തന്നെ തൊടാൻ പറ്റിയില്ല. Even death was not able to touch the life of Paul. ഒരു ഘട്ടം വന്നപ്പോൾ 40 പേര് ഉപവസിക്കുക. 40 പേര് ആമേൻ ഇവനെ കൊന്നിട്ടല്ലാതെ ഞങ്ങൾ ഭക്ഷണം കഴിക്കത്തില്ലെന്ന് പറയുക. A time came even in the word of God where 40 people decided, until we kill this man we will not eat again. 40 പേര് സ്തോത്രം ആത്മപൂർണനായ ഒരു മനുഷ്യനെതിരെ നിന്നേച്ച് പറയുക, ഇവനെ അടക്കം കണ്ടിട്ട് ഞങ്ങൾ ഇനി ഭക്ഷണം കഴിക്കത്തുള്ളൂ. 40 people are standing against one man filled with the Holy Spirit, saying we will not eat until we have killed him. ദൈവശക്തി വ്യാപരിക്കുന്നവൻ ആത്മപൂർണനെ കുറിച്ച് തിരുവെടുത്ത് നാം ഇങ്ങനെ വായിക്കുന്നത്, അവനെ മരണശക്തിക്ക് കീഴ്പ്പെടുത്താൻ പറ്റിയില്ല. അവനെ മരണശക്തിക്ക് ഇവനെ കൊന്നേ ഞങ്ങൾ അടങ്ങത്തുള്ളെന്ന് പറഞ്ഞ് അവൻ ഇരുളിന്റെ അധികാരങ്ങൾക്ക് അവനെ സ്റ്റോപ്പ് ചെയ്യാൻ കഴിഞ്ഞില്ല, അവനെ തടഞ്ഞു നിർത്താൻ കഴിഞ്ഞില്ല. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ആരോട് ദൂതം ഇടപെടുകയാ, മരണശക്തിക്ക് നിന്നെ കീഴ്പ്പെടുത്താൻ കഴിയത്തില്ല. യേശുവിന്റെ നാമത്തിൽ മരണത്തെ വെല്ലുന്ന, അവൻ മരണത്തെ കീഴടക്കുന്ന ഒരു ദൈവശക്തിയാണ് നിന്റെ മൺകൂടാരത്തിൽ വ്യാപരിക്കുന്നത്. There is a divine power that is working in your vessel that is able to transcend death. യേശുവിന്റെ നാമത്തിൽ ദൂത മനസ്സിൽ ആമേൻ പറഞ്ഞേ. For those of you that understood this, hallelujah, the power that defeated death is operating in your body. നിന്റെ മൺകൂടാരത്തിനകത്ത് വ്യാപരിക്കുന്ന ശക്തി മരണത്തെ ജയിച്ച ശക്തിയാണ്. രാമേ പറഞ്ഞേ. can we say amen? പൗലോസ് എപ്പോഴാ തന്റെ യാത്ര അവസാനിപ്പിച്ചെന്നറിയാവോ? Do you know when it was that Paul ended his journey? വല്ലോനും പറഞ്ഞപ്പോഴല്ല. It was not when someone else told him. പൗലോസ് പറഞ്ഞു ഇപ്പോൾ. Paul said now. പൗലോസിന് മനസ്സിലായി തന്റെ യാത്ര അവസാനിക്കാൻ പോവുകയാണ്. Paul realized that my journey is about to come to എന്നെ an end. ഏൽപ്പിച്ച ദൗത്യം തീർന്നു. Paul realized that the mission that I've been പൗലോസ് sent on has തിമോത്തിയോസിന്റെ ലേഖനത്തിൽ പറയുകയാണ്, ഇപ്പോൾ ഞാൻ പാനീയ യാഗമായി ഒഴിക്കപ്പെടുന്നു.
That is why even the apostle Paul said that I am being poured out. എന്റെ നിര്യാണകാലം അടുത്തു. That my end is here. Okay. പൗലോസിനെ വല്ലവനും പറഞ്ഞപ്പോഴല്ല അവന്റെ യാത്ര അവസാനിപ്പിച്ചത്. അവൻ ആത്മാവ് അവൻ ദൈവത്തിൽ അവന് കാര്യം മനസ്സിലായി. ഞാൻ ചെയ്യേണ്ട ദൗത്യം ഞാൻ തീർത്തു. താൻ പറഞ്ഞിട്ടാണ് തന്നെ മരണം ഹല്ലേലൂയ തന്നെ തൊട്ടത്. Paul didn't end his journey when someone else told him, but he understood that he had accomplished his mission. ഇതാ ആത്മപൂർണ്ണന്റെ പ്രത്യേകത. This is the peculiarity of someone that is filled with the Holy Spirit. ഇന്ന് രാത്രി ദൈവകൃപ നിന്റെ മേൽ വ്യാപരിച്ചോണം. Tonight may that power of grace. ഈ ദൈവശക്തി നിന്റെ മേൽ വ്യാപരിച്ച ഒരു ശക്തിക്കും ഒരു സാഹചര്യത്തിനും നിന്നെ തടഞ്ഞ് നിർത്താൻ കഴിയത്തില്ല. യേശുവിന്റെ നാമത്തിൽ നിന്നെ തടഞ്ഞു നിർത്തുന്ന എല്ലാ സാഹചര്യങ്ങളും ഇന്ന് രാത്രി തകരട്ടെ. If that power works in your life, there is no longer anything that can limit you. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി അത് തകർന്നു മാറുകയാണ്. യേശുവിന്റെ നാമത്തിൽ whatever is holding you back, let that be broken tonight in the name of Jesus. നന്ദി പറഞ്ഞേ. Can we lift our hands and give thanks? ആ കേൾപ്പിച്ച നല്ല ദൂതുകളെ ഓർത്ത് സ്തോത്രം ചെയ്യുക. Can we thank God for that word that we have heard? ഒരു ദൈവജനം കൂടെ ഒന്നിച്ച് കഴിഞ്ഞ ആഴ്ച നമ്മൾ ധ്യാനിച്ചു വന്ന ആ പദത്തിന്റെ ഭാഗം 1-2 ഭാഗം കൂടെ ഒന്നിച്ച് ധ്യാനിപ്പാൻ ദൈവം നമ്മെ സഹായിച്ചാണ്. Let us pray that God helps us to study the word we were studying again. എത്ര പേർ ഓർക്കുന്നുണ്ട് നമ്മള് സ്തോത്രം ഹല്ലേലൂയ കഴിഞ്ഞ ആഴ്ച ധ്യാനിച്ച ഭാഗം ഒന്ന് പറഞ്ഞാട്ട്. How can we all say what we were learning last week? കഴിഞ്ഞ ആഴ്ച നമ്മൾ ധ്യാനിച്ചത് കേട്ടില്ല. കുറ്റമില്ലാത്ത മനസാക്ഷി. A guilt-free conscience. This is very important part. നമ്മൾ ഫ്രൂട്ട്ഫുൾനെസ്സിന് വേണ്ടി ദൈവസന്നിധിയിൽ ഇരിക്കുന്ന വർഷമാണ്. This is the year that we are sitting in the presence of God for fruitfulness. എല്ലാ ഫ്രൂട്ട്ഫുൾനെസ്സിനെ തടയുന്ന ഭാഗങ്ങൾ നാം ചിന്തിച്ചു വരികയാണ്. And we are thinking about what is it that prevents that fruitfulness. പൗലോസ് പറഞ്ഞൊരു പദമാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച തുടങ്ങി വെച്ചത്. We started learning about something that Paul said about that. അപ്പോൾ എത്ര പേർക്ക് ആ ഭാഗങ്ങൾ ഒരു ഔട്ട്ലൈൻ മനസ്സിലായി? How many of you got an outline of that last week? എത്ര പേർ ആ ഭാഗങ്ങൾക്കകത്ത് അതൊരു പ്രയോജനമാണെന്ന് തോന്നി? How many of you found those things practical? ഒരാൾക്ക് മാത്രം പ്രയോജനമായി തോന്നി. Only one person found it practical. ആമേൻ. അപ്പോസ്തലർ 24 അധ്യായത്തിലേക്ക് വന്നാൽ Let's come to the book of Acts chapter 4. 16 വാക്യം വായിച്ചാട്ട്. From verse 16. ആമേൻ. അപ്പോസ്തലർ Acts chapter 24 verse 16. Is there any possibility that I can get an amplified classical version? അതുകൊണ്ട് എനിക്ക് ദൈവത്തോടും മനുഷ്യരോടും കുറ്റമില്ലാത്ത മനസാക്ഷി എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുവാൻ ഞാൻ ശ്രമിക്കുന്നു. ആ പദം എല്ലാവരും ചേർന്നെന്ന് പറഞ്ഞു. എല്ലാവരും ചേർന്ന് ഒരിക്കലും ഈ പദം മറക്കരുത്. ഇത് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ പദമാണ്. ഇത് പറയുമ്പോൾ അപ്പോസ്തലൻ ഈസി ആയിട്ടുള്ള ഒരു സാഹചര്യത്തിലല്ല കടന്നു പോകുന്നത്. When the apostle Paul says this, he is not going through something easy in his life. അപ്പോസ്തലപ്രവൃത്തി 21 അധ്യായം മുതൽ ഇങ്ങോട്ട് വരുമ്പോൾ ഒത്തിരി വ്യത്യസ്തമാർന്ന സ്ട്രഗിളുകളെ താൻ അനുഭവിക്കുകയാണ്. In chapter 24 from verse 1 he is experiencing numerous kind of struggles. ജാതികളുടെ ഇടയിൽ നിന്ന് ഒരു ഓഫറിംഗ് താൻ എടുത്ത് സ്തോത്രം യെരൂശലേമിലെ സഭയിലേക്ക് താൻ കൊണ്ടുപോവുകയാണ്. He received an offering from the Gentiles and he is now taking it back to the church in Jerusalem. യെരൂശലേമിൽ ചെന്നപ്പോൾ അവിടെ സംഭവിച്ചത് യഹൂദ മതാനുസാരികൾ യഹൂദന്മാരായ പ്രിയപ്പെട്ടവർ തനിക്കെതിരെ ഭയങ്കര പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കി. Now as he reaches Jerusalem he is now received by offenses from the people, the Jewish people. തനിക്കെതിരെ ഭയങ്കര riot break out ആയി. And now riots are breaking out in his name. ജനമിളകി. The people are overthrown. പൗലോസ് കസ്റ്റഡിയിലായി. And now Paul is in custody. അവിടുന്ന് ഇങ്ങോട്ട് ആ ഭാഗങ്ങളൊന്നും എല്ലാം വിശദീകരിക്കാൻ സമയമില്ല. ഇങ്ങോട്ട് വരുമ്പോൾ അടുത്ത ആ ഭാഗങ്ങൾ ധ്യാനിച്ചു വരുമ്പോൾ 23 അധ്യായത്തിലേക്ക് വരുമ്പോൾ തന്നെ കൈസരിലേക്ക് കൊണ്ടുപോവുകയാണ്. As we reach verse 23 or 24 he is taken to Caesarea. ആ യാത്രകളിലാണ് 40 പേര് തന്നെ കൊന്നുകളയോളം ഭക്ഷണമോ പാനീയമോ കഴിക്കത്തില്ലെന്ന് ശപഥം ചെയ്തത്. And it is to that journey in Caesarea that the people have promised themselves that they will not eat until he had died. അതിനുശേഷം 24 അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ സ്തോത്രം കൈസരിയ വെച്ച് നടക്കുന്ന ട്രയൽസിനെ കുറിച്ചാണ് വായിക്കുന്നത്. And now from verse 24 we read about his trials that happened in Caesarea. താൻ ഫെലിക്സിന്റെ മുൻപാകെ നിൽക്കുകയാണ്. He stood before Felix. അതിനുശേഷം
അതിനുശേഷം ഹല്ലേലൂയ ഫെസ്റ്റസിന്റെ മുൻഭാഗത്ത് നിൽക്കുകയാണ്. And then he is taken before Festus. എങ്ങനെ നിൽക്കുന്ന കുറ്റാരോപിതനായിട്ടാണ് നിൽക്കുന്നത്. He is stood as someone that is being condemned. ഹല്ലേലൂയ. ഇങ്ങനെ മരണത്തെ പോലും താൻ മുഖാമുഖം കണ്ടു നിൽക്കുന്ന ഒരു സന്ദർഭങ്ങൾക്കകത്താണ് പൗലോസ് പറഞ്ഞൊരു പദം. ആ പദം ഒരിക്കലും നമ്മുടെ ഹൃദയത്തിനകത്തു നിന്ന് മാഞ്ഞു പോകല്ലേ. 24-ാം അധ്യായം 16-ാമത്തെ വാക്യം കിങ് ജെയിംസ് വേർഷൻ ആണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. ആമേൻ. ഹല്ലേലൂയ. വായിക്കുന്നത് ഇങ്ങനെയാണ്, ആൻഡ് ഹിയറിൻ ഡു ഐ എക്സസൈസ് മൈസെൽഫ്. ഈ പദങ്ങൾ ശ്രദ്ധിച്ചോണം. ഐ ഡു എക്സസൈസ് myself to have always a conscience void of offense towards God and towards man. Hallelujah. ഞാൻ ആംപ്ലിഫൈഡ് ഈ ഭാഗം ഞാൻ ഈ ദിവസങ്ങളെല്ലാം ഞാൻ വീണ്ടും ധ്യാനിച്ചു. എനിക്ക് പ്രിഫറബിൾ ആയിട്ട് തോന്നിയൊരു വേർഷൻ ആംപ്ലിഫൈഡ് ക്ലാസിക്കൽ വേർഷനാണ്. അതിവിടെ ഡിസ്പ്ലേ ചെയ്യാൻ ഓപ്ഷൻ ഇല്ല. സ്തോത്രം. അതുകൊണ്ട് ഞാനത് വായിച്ച് ക്ലാസ് ആംപ്ലിഫൈഡ് ക്ലാസിക്കൽ വേർഷനിൽ നിന്നാണ് നമ്മൾ ഒന്നിച്ച് ധ്യാനിക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ച് കേൾക്കുക. Therefore I always exercise and discipline myself. പറഞ്ഞേ, I exercise and discipline myself. ഈ എക്സസൈസ് എന്ന പദം ഈ ജിമ്മിലൊക്കെ പോകുന്നവർക്ക് അങ്ങനെയുള്ളവർക്ക് മനസ്സിലാവും. അവര് വർഷത്തിൽ ഒരിക്കലാണോ ജിമ്മിൽ പോകുന്നത്? The word exercise, people that go to the gym might understand. Is it once a year you go to the gym? അപ്പം ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ ഈ അത്ലറ്റ്സിനെ ഒക്കെ നോക്കിയാൽ അറിയാം, അവരുടെ ലൈഫിന്റെ ഭാഗമാണ് എന്ത്? Exercise. For people that maintain their health, for people like athletes, their main priority and what they balance in their life is. അപ്പോൾ എല്ലാ ദിവസവും അവരെന്ത് ചെയ്യും? They do workouts and exercise. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ആ പദം പറഞ്ഞത്. പൗലോസ് പറയുകയാണ്, I do exercise. I always എങ്ങനെ? I always exercise. See, ജയിച്ച ഒരു മനുഷ്യൻ പറഞ്ഞ പദമാ പറഞ്ഞത്. ഫലം കാഴ്ച ജീവിതത്തിന്റെ ഉടമ പറയുകയാണ്, I always exercise and discipline myself. This is a word spoken by a man that was victorious in a life of fruitfulness, and he says he exercises himself. ഇത് ഞാൻ മൂലഭാഷ എന്നുള്ള ട്രാൻസ്ലേഷൻ വായിക്കുന്നത്. ആ രണ്ട് വാക്യങ്ങളുടെ ബ്രാക്കറ്റിൽ അതിന് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. 4 പദങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഈ പദങ്ങൾ മറക്കരുത്. മോർട്ടിഫൈ മൈ ബോഡി. ഒന്ന് പറഞ്ഞേ, മോർട്ടിഫൈ മൈ ബോഡി. ചിലര് പറഞ്ഞില്ല, മോർട്ടിഫൈ മൈ ബോഡി. എന്തോ അതിന്റെ അർത്ഥം എന്തുവാ? പൗലോസ് എന്നെ പറഞ്ഞ പദമുണ്ട്, ഞാൻ ശരീരത്തെ ഇതൊക്കെ പ്രസംഗിച്ചിട്ട് ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കാൻ ഞാൻ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുന്നു. Paul says that I beat my body and bring it under submission. ഞാൻ പദം പറ ശ്രദ്ധിച്ചു കേട്ടോണേ. ചുമ്മാ അതൊരു ജയം വെളിപ്പെട്ടു വരത്തില്ല. ചുമ്മാ അത് ദൈവകരങ്ങൾ പ്രയോജനപ്പെടാനൊക്കത്തില്ല. നമുക്കെല്ലാവർക്കും ആഗ്രഹമുണ്ട് ദൈവത്താൽ ഞാൻ പ്രയോജനപ്പെടണമെന്ന്. ചുമ്മാ അത് ഫലം കായ്ക്കാനൊക്കത്തില്ല. ഫലം കായ്ക്കണമെങ്കിൽ ജയിച്ചവൻ പറയുകയാണ്, I do exercise. അവൻ always എല്ലായ്പ്പോഴും എന്റെ ശ്രദ്ധ ഒരു കാര്യത്തിലാണ്. ഞാൻ എന്നെ ഡിസിപ്ലിൻ ചെയ്യുകയാണ്. I mortify my body. A victory will never come randomly, or a life of fruitfulness can never come randomly. But if you look at someone that was victorious in his life of fruitfulness, he says he exercises himself. രണ്ടാമത്തെ പദം ശ്രദ്ധിച്ചോണേ, deadening my carnal affection. എന്തുവാ? Deadening my carnal. നമ്മൾ ജഡത്തിൽ ജീവിക്കുന്നിടത്തോളം കാലം നമുക്ക് ജഡത്തിന്റെ ഒത്തിരി ആഗ്രഹങ്ങളുണ്ട്. For as long as we live in the flesh, we will have many fleshly desires. പക്ഷെ പൗലോസ് പറയുകയാണ്, but the apostle Paul is saying, I always deaden my carnal affection. ജയിക്കണോ? do you want to win? ആ പദത്തിന്റെ അർത്ഥം പറയാം. I do exercise എന്ന് പറയുമ്പോൾ ഈ ജിമ്മിൽ പോകുന്നവര് ഡംബൽ മാത്രം എടുത്ത് ഇങ്ങനെ വെച്ചോണ്ടിരുന്ന നോക്കുവോ? For people that go to the gym, will it work if they just take a dumbbell? അത് ഈ കൈയുടെ മസിലിനുള്ളതേ ആയുള്ളൂ. That is only enough for the muscles in their arms. അപ്പൊ ഒന്ന് അടിച്ചേച്ച മറ്റേത് അടിച്ച് പിന്നെ കാലിനുള്ളത് പിന്നെ നടുവിനുള്ളത്
എല്ലാം കൊടുത്തെങ്കിൽ അവൻ ആൾ ഒത്തു വരത്തുള്ളൂ. They will only be a perfect person if they have exercised every part of their body. അങ്ങനല്ലേ? അപ്പൊ പൗലോസ് പറഞ്ഞ ആ പദത്തിന്റെ മൂലഭാഷയിലെ വ്യാഖ്യാനം ഞാൻ പറഞ്ഞു വരുന്നത്. This is the meaning of that word. I exercise ഒന്ന്, myself in its original I rendering. mortify my body. രണ്ട്, deadening my carnal affection. മൂന്ന്, ആമേൻ, bodily appetite. എന്റെ ശരീരത്തിന് ഒരു അപ്പറ്റൈറ്റ് ഉണ്ട്. My body has its appetite. അതെല്ലാം കൊടുക്കാൻ നിൽക്കരുത്. Do not give your body whatever it നിന്റെ ശരീരം ആവശ്യപ്പെടുന്നതെല്ലാം നീ കൊടുക്കരുത്. Do not give your body everything that it desires. കൊടുത്താ നീ ജയിക്കുകയില്ല. If you give it, you will not win. ശ്രദ്ധിച്ചു കേൾക്കണം. നിന്റെ ശരീരം ചോദിക്കുന്നതെല്ലാം നീ കൊടുത്താൽ നീ ഫലം പുറപ്പെടുവിക്കാൻ സാധ്യത കുറവാണ്. If you give your body whatever it is asking for, you are less likely to win. അടുത്തൊരു പദം കൊടുത്തിരിക്കുന്ന worldly desires. ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ദൈവത്തിലെ മറക്കല്ലേ. വേൾഡ്ലി ഡിസൈർ, ലോകത്തോട് ലോകം നിനക്ക് ശത്രുവായി മാറണം. സ്തോത്രം. ഹല്ലേലൂയ. ദൈവസ്നേഹം നിന്റെ അകത്തുണ്ടെങ്കിൽ ലോകത്തോട് നീ ശത്രുത പുലർത്തണം. If you have the love of God within you, you will be an enemy to this world. ഇപ്പം വന്ന് ദൈവമക്കളും ലോക മനുഷ്യനും തമ്മിൽ തിരിച്ചറിയാൻ ഭയങ്കര പാടാ. Nowadays it is very hard to distinguish a child of God from someone that is in this world. നമുക്ക് ഭയങ്കര ലോകസ്നേഹമാണ്. We have a lot of love toward the world. നിങ്ങൾ ആമേൻ പറയണ്ട. You don't need to say amen. ഞാൻ പൗലോസ് പറഞ്ഞ പദമായി പറയുന്നത്. I'm telling you something that Paul said. Worldly desires. രാമൻ പറഞ്ഞേ. Can we say amen? സ്തോത്രം. ഹല്ലേലൂയ. അടുത്ത പദം ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് endeavoring in all respect എന്ന് പറഞ്ഞാൽ I am trying my hard to achieve this. പറഞ്ഞാൽ ഞാൻ സകല പ്രയത്നം എടുക്കുക ഈ വിഷയത്തിന്റെ അകത്ത്. എന്തിനെന്നറിയാമോ? Do you know what it is for? അടുത്ത പദം ശ്രദ്ധിക്കണേ. Next verse. To have a clear unshaken conscience, void of offense towards God and man. എന്തിനു വേണ്ടിയാണ്? What is it for? ഈ നാല് കൂട്ടം കാര്യം മറക്കരുത്. Do not ever forget these four things. I'm exercising myself, disciplining myself in these four ways. എന്തിനെന്നറിയാമോ? To have a clear conscience before God and man. ഞാൻ കോൺഷ്യൻസിനെ കുറിച്ച് 23-ാം അധ്യായം ചാപ്റ്റർ 23 വേഴ്സ് 1 വായിച്ച 23. ഞാൻ കഴിഞ്ഞ ആഴ്ച നമ്മൾ ഒന്നിച്ച് ഭാഗം ധ്യാനിച്ച നിങ്ങൾ ഒന്നും അറിയാത്തവരെ പോലെ ഇരിക്കുന്നതുകൊണ്ടാണ് ഞാൻ വീണ്ടും ആ ഭാഗം തൊട്ട് വരുന്നത്. 23-ാം അധ്യായം 1-ാം വാക്യം. പൗലോസ് ന്യായാധിപ സംഘത്തെ ഉറ്റുനോക്കി, സഹോദരന്മാരെ, ഞാൻ ഇന്നേ ദിവസത്തോളവും കേവലം നല്ല മനസാക്ഷിയോടും കൂടെ. പൗലോസ് ന്യായാധിപ സംഘത്തിന് മുമ്പ് നിൽക്കുക, കോർട്ടിന് മുമ്പ് നിൽക്കുക. പൗലോസ് പറഞ്ഞ പദം ശ്രദ്ധിച്ച, ഞാൻ ഇന്നേ ദിവസം വരെ കേവലം നല്ല മനസാക്ഷി. കേവലം എങ്ങനെയുള്ള മനസാക്ഷിയാ? നല്ല മനസാക്ഷി. കേവലം നല്ല മനസാക്ഷി. അത് പൗലോസ് പറയാൻ കാരണം അറിയാമോ? എവറി ഡേ ഓൾവേസ് he was exercising himself, disciplining himself, deadening his bodily appetite, worldly affections. അവൻ ഈ വിഷയത്തിന്റെ അകത്ത് ഹാർഡ് വർക്ക് ചെയ്യുകയാണ്. To have a clear conscience. ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച ഇച്ചിരി വിശദമായിട്ട് പറഞ്ഞ ഒന്ന് തൊട്ടുവിടാ ഓർക്കാൻ വേണ്ടി. Last week I touched on this, but I'd like to touch on it again so we can remember. നമ്മുടെ ശരീരത്തിന്റെ തിങ്കിങ് പാർട്ട് ഏതാ? What is the thinking part of our body? നമ്മുടെ ശരീരത്തിന്റെ തിങ്കിങ് പാർട്ട്. What is the thinking part of your body? ഏതാ? ബ്രെയിൻ. Your brain. നമ്മുടെ സോളിന്റെ തിങ്കിങ് പാർട്ട് ഏതാ? What is the thinking part of your soul? മൈൻഡ്. Your mind. നമ്മുടെ സ്പിരിറ്റിന്റെ തിങ്കിങ് പാർട്ട് ഏതാ? What is the thinking part of your spirit? Conscience. കോൺഷ്യൻസ്. പൗലോസ് എന്തിനെ കുറിച്ചാ പറയുന്നത്? What is Paul referring to? കോൺഷ്യൻസ്. നമ്മുടെ ശരീരത്തിന്റെ തിങ്കിങ് പാർട്ട് ബ്രെയിൻ ആണ്. The thinking part of your body is the brain. നമ്മുടെ സോളിന്റെ തിങ്കിങ് പാർട്ട് it is our mind. The thinking part of your soul is your mind. നമ്മുടെ സ്പിരിറ്റ് മാന്റെ തിങ്കിങ് പാർട്ട് ആണ് കോൺഷ്യൻസ്. The thinking part of your spirit man is your conscience. അപ്പം ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈ ഡോക്ടേഴ്സ് ഒക്കെ ഇതിരിപ്പുണ്ട്. ഈ വൈദ്യശാസ്ത്രത്തിന്റെ അകത്ത് കോൺഷ്യൻസിനെ കുറിച്ച് പറയുന്നത് സബ് കോൺഷ്യൻസ് എന്നാ പറയുന്നത്. That is why when you look into the medical field, it talks about the subconscious. Because subconscious stay dormant. Because your subconscious mind stays dormant. ഹല്ലേലൂയ. ഈ ചിലപ്പം ഡോർമന്റ് ആയിട്ട് നിൽക്കുന്ന സബ്കോൺഷ്യസ് will come up.
അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞല്ലോ, രാവിലെയൊക്കെ രാത്രിയിലൊക്കെ നന്നായിട്ട് നമ്മുടെ ബോഡിയും സോളും ഒക്കെ ഭയങ്കര ടയേർഡായി നമ്മൾ നന്നായിട്ട് വിശ്രമിച്ച് നന്നായിട്ട് ഉറങ്ങി വരുമ്പോൾ ചിലർ ചാടി എഴുന്നേക്കും. That is why I said last week that sometimes when you're really tired in the night, you wake up all of a sudden in the എപ്പോഴാണെന്നറിയാമോ? Do you know when? A subconscious dormant ആയിരുന്ന conscious come up and they have a dream. ആമേൻ, ഹല്ലേലൂയ. ആ സ്വപ്നം പറഞ്ഞുകൊണ്ട് ചിലർ എഴുന്നേറ്റ് വരുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഈ മൈൻഡും ബ്രെയിനും ആ കോൺഷ്യൻസും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. So your brain, your mind and your conscience communicate with each other. ഹല്ലേലൂയ. പൗലോസ് പറഞ്ഞ പദം മറക്കല്ലേ, എൻ്റെ കോൺഷ്യൻസ് I work hard to keep it void of all the offenses. അപ്പം offense ഒരുവന്റെ അകത്ത് വന്നാൽ, so if offense comes inside someone, ആമേൻ, കോൺഷ്യൻസിന്റെ അകത്ത് സംഭവിക്കുന്ന കാര്യം, what happens in your conscience, ഹല്ലേലൂയ, അതാ ഇന്ന് രാത്രി ധ്യാനിക്കാം. അടുത്ത 20 minutes ധ്യാനിക്കാൻ പോവാ. that is what we are going to look at for the next 20 See, minutes. ആമേൻ, Holy Spirit, ആമേൻ, our conscience will become the voice of God if our conscience is void of all the offense. നമ്മുടെ കോൺഷ്യൻസ് ദൈവശബ്ദമായി മാറും. Your conscience becomes the voice of God. ചിലർ ദൈവശബ്ദം കേൾക്കാറേ ഇല്ല. Many people do not even hear the voice Brother, of God. did you ever heard the voice of God? See, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചോണേ, എല്ലാ ദിവസവും ദൈവശബ്ദം നാം കേട്ട് ജീവിക്കണം എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. Every day God desires for you to have heard his voice. അങ്ങനെ നീ കേൾക്കണമെങ്കിൽ, For you to hear his voice, your conscience should be void of all the offenses. അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, പൗലോസ് always striving for this, working out for this. അതുകൊണ്ടാണ് 14 ദിനരാത്രങ്ങൾ സൂര്യനെയും ചന്ദ്രനെയും കാണുന്നില്ല. that is why he went 14 days without even seeing the sun or the moon. ഒന്നിനു പുറകെ ഒന്നായി violent winds are coming, different winds are coming against this ship. ആമേൻ, ആശ നശിച്ചു പോയി. When everybody speaks negative about the situation, that man, this Paul said, ആമേൻ, last night the God, hallelujah, എൻ്റെ ദൈവം എൻ്റെ അടുക്കൽ ഇറങ്ങി വന്നു. Amen. That is why he said last night, my God came down to me. ഹല്ലേലൂയ. പൗലോസ് ദൂത് രാവിലെ എഴുന്നേറ്റപ്പോൾ പൗലോസ് ദൂതുമായിട്ട് വരികയാണ്. ആമേൻ, ഹല്ലേലൂയ. കപ്പലിനല്ലാതെ ഇതിനകത്തിരിക്കുന്ന ഒരുത്തന്റെ പ്രാണനും ഹാനി വരത്തില്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ ദൂതൻ എൻ്റെ അടുക്കൽ ഇറങ്ങി വന്നെന്ന്. എന്നാ കാര്യം അറിയാമോ? കോൺഷ്യൻസ് ക്ലിയർ ആണ്. പരിശുദ്ധാത്മാവ് തന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ്. ആ ദൈവ ശബ്ദം പിടിക്കാൻ പൗലോസിന്റെ കോൺഷ്യൻസ്, ഹല്ലേലൂയ, ഈവൻ ദോ അവനെ തൻ സ്ട്രഗിളുകളാണ്, every day he is facing situations, amen, that is opposing him, that, amen, hallelujah, അവൻ തൻ പ്രതിസന്ധിയെ നേരിടുകയാണെങ്കിലും offense ഹോൾഡ് ചെയ്യാതെ വണ്ണം പൗലോസ് ജയത്തോടെ ജീവിക്കുക. Although he experiences a lot of persecution daily, because he does not hold it as an offense to him, he is living a victorious life. ഞാൻ യോഹന്നാൻ സ്നാപകന്റെ ഒരു പദം പറഞ്ഞു കഴിഞ്ഞ ആഴ്ച. I said something about John the Baptist last week. യോഹന്നാൻ സ്നാപകൻ ആരായിരുന്നു? Who was John the Baptist? കർത്താവിന് വഴിയൊരുക്കിയവനാ. He was the one that prepared the way. കർത്താവിന്റെ ചെരുപ്പിന്റെ വാറടിപ്പാൻ ഞാൻ യോഗ്യനല്ലെന്ന് പറഞ്ഞവനാ. He was the one that said, I'm not worthy to untie പക്ഷേ the straps ആമേൻ, of ഹല്ലേലൂയ, കാരാഗൃഹത്തിന്റെ അകത്തായി മാറി. But he ended up in jail. ആമേൻ. കർത്താവ് പറഞ്ഞ പദമുണ്ട്, The Lord said back to അവൻ ഒഫൻഡഡ് ആണ്. that he was offended. ഹല്ലേലൂയ. ഒഫൻസ് എന്തു കൊണ്ടുവരും എന്നുള്ളത് നമ്മൾ ധ്യാനിക്കാം. റോമാലേഖനത്തിലേക്ക് വന്നാട്ട് 9-ാം അധ്യായം 1-ാം വാക്യം. Romans chapter 9 verse 1. റോമാലേഖനം 1-ാം അധ്യായം 9-ാം അധ്യായം, Romans chapter 9 verse 1. Romans chapter 9 verse 1. ഞാൻ ക്രിസ്തുവിൽ സത്യം പറയുന്നു. ഞാൻ പറയുന്ന ഭോഷ്കല്ല. എന്തുകൊണ്ട് എനിക്ക് വലിയ ദുഃഖവും അപ്പൊ നോക്കി ശ്രദ്ധിച്ചോണേ, എന്റെ മനസ്സാക്ഷി എനിക്ക് പരിശുദ്ധാത്മാവിനാൽ സാക്ഷിയായിരിക്കുന്നു. My conscience is also bearing me witness in the Holy Spirit. ഈ പദം ഒന്ന് ശ്രദ്ധിച്ച് ധ്യാനിച്ചാട്ടെ. Can we just pay attention to this? I say the truth in Christ, I lie not. My conscience is also bearing me witness in the Holy Spirit. എന്ന് പറഞ്ഞാൽ, see, നമ്മുടെ കോൺഷ്യൻസ് വിസിബിൾ അല്ല, it is inside of us. Your conscience isn't visible, it's inside of you. പക്ഷേ നോക്കിയേ, the one who was outside, that is Holy Spirit, came inside of me and communicating to my conscience. നിങ്ങൾക്ക് ആ ഭാഗം മനസ്സിലാകുന്നുണ്ടോ? One who was outside now is inside of me.
രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട വീണ്ടും ജനനം പ്രാപിച്ച ദൈവത്തിലെ നിന്റെ അകത്ത് ആരുണ്ടെന്നറിയാമോ? ആരുണ്ട്? പരിശുദ്ധാത്മാവ്. For someone that has received the eternal life, do you know who is inside you? It is the Holy Spirit. അപ്പോൾ പൗലോസ് പറയുകയാണ്, എന്തിനാ ഞാൻ കോൺഷ്യൻസിനെ പ്രൊട്ടക്ട് ചെയ്യുന്നറിയാമോ? So that he can bear witness to my conscience. So the Holy Spirit says that why do I protect my conscience from being offended? ശ്രദ്ധിച്ചു കേൾക്കണേ. പൗലോസിനെ കുറിച്ച് താന് സ്ഥാപിച്ച സഭകൾക്കകത്ത് കള്ള അപ്പോസ്തലന്മാർ കയറിയച്ച് പറഞ്ഞു, ഇവൻ പൗലോസ് കള്ള അപ്പോസ്തലനാ, അവൻ ദൈവത്തിൽ നിന്നുള്ളവനല്ലെന്ന് പറഞ്ഞു. The false apostles went into the churches that Paul had established and said that he is a false apostle. താൻ അപവാദങ്ങൾ തുടർമാനം കേട്ടുകൊണ്ടിരുന്നു. He continued to hear that persecution. പുറത്ത് എന്ത് അപവാദം തനിക്കെതിരെ വന്നാലും എന്ത് ദൂഷണങ്ങൾ വന്നാലും പൗലോസ് പറയുകയാണ്, അതൊന്നും എനിക്ക് വിഷയമല്ല. The one who was outside, he is inside of me now and he is bearing witness to my conscience. But whatever persecution came around him, he did not let it touch his conscience. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ചിലരുടെ ജീവിതം പരിശോധിച്ചറിയാം. ചെറിയ വാക്ക് ഒരാൾ പറഞ്ഞാൽ തൊട്ടാവാടി വാടുന്ന പോലെ അവർ വാടിപ്പോ. If you look at some people, you will see that even if they hear a small word that someone says, they will immediately be withered away. Because they are our conscience clear അല്ല, പരിശുദ്ധാത്മാവിനുള്ള എൻകറേജ്മെന്റിൽ അല്ല അവർ തുടരുന്നത്. Because their conscience is not clear and they are not moving forward with the encouragement of the Holy Spirit. നീ പ്രതിസന്ധിയെ നേരിടുമ്പോൾ, when you go through tribulation, the Holy Spirit will bear witness to your conscience that you are a child of God. Nothing will harm you. ഞാൻ പറഞ്ഞത് മനസ്സിലാക്കുന്നത് അതാ പൗലോസ് പറഞ്ഞത്, ഞാൻ ക്രിസ്തുവിൽ സത്യം സംസാരിക്കുന്നു. മൈ കോൺഷ്യൻസ് ഐ ആം ബെയറിംഗ് വിറ്റ്നസ് ആൻഡ് ഐ ആം എൻലൈറ്റൻഡ് ആൻഡ് പ്രോംപ്റ്റഡ് ബൈ ദ ഹോളി സ്പിരിറ്റ് എന്ന് പറഞ്ഞ പരിശുദ്ധാത്മാവ് എൻ്റെ കോൺഷ്യൻസുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക തുടർമാനം. അതുകൊണ്ടാണ് എൻ്റെ കോൺഷ്യൻസിനെ ഐ സ്ട്രൈവ് മൈസെൽഫ് ടു കീപ് മൈ കോൺഷ്യൻസ് വൈഡ് ഓഫ് ഓൾ ദി ഒഫൻസസ്. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ടാ പറഞ്ഞത്, നമ്മൾ ആവശ്യമില്ലാത്ത കയ്പും സാധനം ഒന്നും ഇത് വരാം. That is why I said do not have this unnecessary bitterness within you. ഈ പൗലോസ് കൊലോസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ കാരാഗൃഹത്തിലെ പൗലോസ്. When Paul writes this letter, he is in prison. പക്ഷേ മൂന്നാം അധ്യായത്തിൽ ഒരു പൗലോസ് പറയുകയാണ്, but when you come to chapter 3, he is saying, ഹല്ലേലൂയ, നീ ക്ഷമിക്കാൻ പഠിക്കണം. that you should learn to forgive. ദോഷം ചെയ്യുന്നവരോട് നീ ക്ഷമിക്കണം. Learn to forgive those that harm you. എന്നാ കാര്യം എന്നറിയാമോ? Do you know why? Protecting your conscience. രാമൻ പറഞ്ഞേ. Can we say amen? ഹല്ലേലൂയ. ഒരു വാക്യം കൂടെ ഒരു വാക്യം കൂടെ വായിച്ചേ. 1 തീമോഥെയോസ് ലേഖനത്തിലേക്ക് വന്നാൽ 3-ാം അധ്യായം. Let's come to the book of 1 Timothy chapter 3 verse 8 and 9. 1 തീമോഥെയോസ് 3-ാം അധ്യായം. അവണ്ണം ശുശ്രൂഷകന്മാർ ഘനശാലികളായിരിക്കണം. ഇരുവാക്കും എന്തോ വാക്കാ? ഇരുവാക്കുകാരും. 2 വാക്ക് പാടില്ല. ശുശ്രൂഷകന്മാർ മാത്രമല്ല. അപ്പം അത് വായിച്ചപ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ഉപദേശമാരുടെ കാര്യം മാത്രമാണ്, ഞങ്ങൾ അതിനകത്ത് ഭാഗമല്ലെന്ന് നമുക്ക് ചിന്ത വരും. അങ്ങനല്ല. It says deacons, but don't think that you are not a part of it. It is talking to everybody. അടുത്തിരിക്കുന്ന തൊട്ടച്ച് പറഞ്ഞ 2 വാക്ക് പാടില്ലെന്ന് പറ. Turn to someone near you and say you should not be double tongued. കൈയെടുക്കൽ ഒന്നുകൂടെ കൈവച്ച്. Don't remove your hand, touch them again. നിന്റെ വാക്കും പ്രവൃത്തിയും ഒരുപോലാണെന്ന് പറ. Tell them your word and what you do should be the same. നിന്റെ കോൺഷ്യൻസും നിന്റെ പ്രവൃത്തിയും കണക്ട് ആകണം. Your conscience and what you do should be the same. വായിച്ചോ. എങ്ങനായിരിക്കണം? How must you be? ഇരുവാക്കുകാരും മദ്യപാന്മാരും ദുർലാഭമോഹികളും അരുത്. അവർ വിശ്വാസത്തിന്റെ മർമ്മം. അവർ ഇനി ഈ ശ്രദ്ധിച്ചോണേ, അവർ വിശ്വാസത്തിന്റെ മർമ്മം ശുദ്ധ മനസ്സാക്ഷി. ശ്രദ്ധിക്കണം. ഇത് പയ്യെ ധ്യാനിക്കേണ്ട ഭാഗമാണ്. ഇത് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ധൃതി വെക്കുക. ഈ ഒരു ഭാഗം മാത്രമേ ധ്യാനിക്കാൻ സമയമുള്ളൂ. പൗലോസ് പറഞ്ഞ കുറിവാക്യം മറക്കല്ലേ. ഐ സ്ട്രൈവ് മൈസെൽഫ്, ഐ വർക്ക് ഔട്ട് മൈസെൽഫ്, ഐ ഡിസിപ്ലിൻ മൈസെൽഫ്, ഐ deaden my bodily appetite, I deaden my worldly desires. എന്തിനെന്നറിയാമോ? To keep my conscience void of all the offenses. എന്തിനാണെന്നറിയാമോ? ഈ പദം ശ്രദ്ധിച്ചേ, വായിച്ചേ. അവർ വിശ്വാസത്തിന്റെ മർമ്മം ശുദ്ധ മനസാക്ഷിയിൽ. എവിടെ നോക്കിയേ? ശുദ്ധ മനസാക്ഷിയിൽ. അപ്പൊ the mystery of faith in their conscience വളരെ പ്രാധാന്യമുള്ളതാണ്. This is
is a very important thing. ചിലരെ നോക്കി അറിയാം, വായു കൊണ്ട് മാത്രം അടിക്കുക, അവന്റെ അകത്ത് വിശ്വാസത്തിന്റെ കണിക പോലും ഇല്ല. When you look at some people, you can tell that they are only moving their mouth. They do not have an ounce of faith within them. എന്നാ കാര്യം അറിയാമോ? Do you know why that is? അകത്ത് വിശ്വാസത്തിന്റെ മർമ്മമില്ല. Because they do not have the mystery of faith within them. See, faith, വിശ്വാസത്തെ കുറിച്ച് എബ്രായത്തിൽ വായിക്കുന്നത് വിശ്വാസം എന്നതോ faith is a substance. Hallelujah. This is a substance. Hallelujah. Amen. Faith is a substance. എങ്ങനത്തെ substance ആ? It is a mystical substance. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? Do you understand this? Faith is a mystical substance in our conscience. ഈ പദം മനസ്സിലായോ? ആ ഭാഗം ഒന്ന് വായിച്ചേ. അവർ വിശ്വാസത്തിന്റെ മർമ്മം ശുദ്ധ മനസാക്ഷിയാൽ വെച്ചുകൊള്ളുന്നവരായിരിക്കണം. അവർ വിശ്വാസത്തിന്റെ മർമ്മം ശുദ്ധ മനസാക്ഷിയിൽ വെച്ചുകൊള്ളുന്നവരായിരിക്കണം. 9 വാക്യം കൂടെ വായിച്ചു. അവരെ ആദ്യം 9 വാക്യമാണ് വായിച്ചത്. 9 വായിച്ചത്. Okay, ഞാൻ എന്റെ ട്രാൻസ്ലേഷൻ വായിക്കും. In like manner the deacons must be worthy to respect, not shifty and double talkers, but sincere in what they say. They must possess the mystic, ഈ പദം ശ്രദ്ധിച്ചോണം, mystic secret of faith with a clear conscience. അപ്പൊ വിശ്വാസത്തിന്റെ മർമ്മം എവിടെ സൂക്ഷിക്കണം? So where must you hold the mystery of faith? എവിടെ സൂക്ഷിക്കേണ്ടത്? Where should you hold it? Mystic faith എവിടെയാണ്? In our conscience. So if your conscience is not clear, you will not be having faith. ഈ ഞാൻ ദൈവം ഉപയോഗിക്കുന്ന സമയം കഴിഞ്ഞു, 5 മിനിറ്റേ ഉള്ളൂ. ദൈവം ഉപയോഗിക്കുന്ന അഭിഷക്തന്മാരെ ക്ലോസ്ലി വാച്ച് ചെയ്യാറുണ്ട്. I closely watch the men of God, the people that God uses. ചിലരെ ദൈവം ഭയങ്കര പവർഫുള്ളി ഉപയോഗിക്കുന്നു. God uses some very powerfully. മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നു. Even where the dead are being resurrected. ഈ ഹേനി ബക്കർ എന്ന ദൈവദാസിയുടെ ശുശ്രൂഷകൾക്കകത്ത് നമ്മൾ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച ചരിത്രം ബൈബിളിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. We've only seen God feeding the 5000 with 5 loaves of bread in the word of God. പക്ഷേ ഹേനി ബക്കറിന്റെ ശുശ്രൂഷകൾക്കകത്ത് same thing is happening. But the same thing is happening in the ministry of the woman Heidi Baker. ദാരിദ്ര്യത്തിന്റെ ഭയങ്കര സാധ്യതകളുള്ള സ്ഥലത്ത് ദൈവം ആക്കിയേക്കുന്നത്. God has established her in a place where there are high chances of famine. ഫുഡ് മൾട്ടിപ്ലൈ ചെയ്യുക. But food is being multiplied there. ആമേൻ. ഡേവിഡ് ഹോഗൻ എന്ന് പറയുന്ന അഭിഷക്തനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. 500-ലധികം ആ മരിച്ച ആളുകളെ ദൈവം അദ്ദേഹത്തിൽ ഉയർത്തെഴുന്നേൽപ്പിച്ചു. The man of God David Hogan, he has resurrected over 500 people from the dead. കാരണം എന്നറിയാമോ? The mystic secret of faith they kept in their conscience, because conscience was void of all the offenses. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? Do you understand this? ഹല്ലേലൂയ. ഈ രാജ്യത്തെ ഉപയോഗിച്ച അഭിഷക്തൻ സ്മിത്ത് വിഗിൾസ്വർത്ത് 14-ലധികം ആളുകളെ മരിച്ചവരെ താൻ ഉയർത്തെഴുന്നേൽപ്പിച്ചെന്ന്. Smith Wigglesworth was a man used in this country by God. He resurrected over 14 people. ഒരു മൂക്കിപ്പനി വന്നാൽ അട്ട ചുരുളുന്ന പോലും നാം ചുരുളുക. എന്നറിയാം, വിശ്വാസമില്ല. എന്ന കോൺഷ്യൻസ് മലിനമായിരിക്കുകയാണ്. കോൺഷ്യൻസ് ക്ലിയർ അല്ല. അകത്ത് ഒഫൻസുകൾ കിടക്കുകയാണ്. അപ്പോസ്തലിക് റിവൈവൽ ചർച്ച് ഇന്ന് രാത്രി നീ ചിലതിനെ കുടഞ്ഞു കളയണം. ഇന്ന് രാത്രി വിട്ടുകളയുടെ കള അടുത്ത ലെവലിലേക്ക് ദൈവചനരെ എഴുന്നേൽപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. It is because that we have offenses in our conscience that we even affected by a little cold. ഈ ഞാൻ ദൈവദാസന്മാരെ ക്ലോസ്ലി വാച്ച് ചെയ്യുമ്പോൾ ഈ നമുക്ക് അറിയാവുന്ന ഇന്ന് ദൈവം ഉപയോഗിക്കുന്ന ഒത്തിരി ദൈവദാസന്മാരുണ്ട്. There are many men of God that we know. പാസ്റ്റർ ക്രിസ്റ്റിന്റെ ശുശ്രൂഷകൾ ശ്രദ്ധിച്ചറിയാം. If you watch the ministry of അദ്ദേഹം Pastor Chris, സ്റ്റേജിലേക്ക് ഒരു ഒന്നിയിലൊന്ന് ഊതും അല്ലെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒന്ന് കൈവെക്കും. യു ആർ ഹീൽഡ് നൗ എന്നേ പറയത്തുള്ളൂ, വേറെ ഒന്നും പറയത്തില്ല. അവൻ പാരലൈസ് ആയി കിടക്കുന്നവൻ എഴുന്നേറ്റ് പോകുകയാ. As he enters the stage, he will either blow on someone or stretch forth his hand, and they will immediately be healed. എന്നാൽ ആ ദൈവദാസന്മാരുടെ ശുശ്രൂഷകൾ പരിശോധിച്ചാൽ അറിയാം, ദൈവദാസന്മാർ കേൾക്കുന്ന അപവാദങ്ങൾ ഭയങ്കരമാണ്. But if you study his life, you will understand that there are many persecutions against those ഷാബിന്റെ അകത്തൊന്നും ഒഫൻഡഡ് ആകാതെ പൗലോസ് പറഞ്ഞ 2 പദമുണ്ട്. I am not offended towards God and towards man. മനുഷ്യരോടും ദൈവത്തോടും കുറ്റ
കുറ്റമറ്റ മനസ്സാക്ഷി. Because that is a place where the mystic secret of faith I am holding. അതാ എൻ്റെ ശുശ്രൂഷകളുടെ വിജയം, അതാ എൻ്റെ ക്രിസ്ത്യൻ ജീവിതത്തിന്റെ വിജയം. ഒരു ശക്തിക്കും എന്നെ പരാജയപ്പെടുത്താൻ കഴിയാത്ത കാരണം അറിയാമോ? Mystic secret of faith. Faith is a mystical substance. I hold the mystic secret of faith in my conscience. For those of you that understand this, can we say amen? Hallelujah, glory to God. Hallelujah. 5 മിനിറ്റ് ഉള്ളത് കൊണ്ട് സ്തോത്രം. അവൻ 1 യോഹന്നാന്റെ ലേഖനത്തിലേക്ക് വന്നാട്ട് 3-ാം അധ്യായം 18, 19, 20, 21 വാക്യം വായിച്ചേ. 1 John chapter 3 verse 18 onwards. 1 John chapter 3 verse 18 onwards. കുഞ്ഞുങ്ങളെ, നാം വാക്കിനാലും നാവിനാലും നല്ല പ്രവൃത്തിയിലും അല്ല പ്രവൃത്തിയിലും സത്യത്തിലും തന്നെ സ്നേഹിക്കുക. ഇപ്പൊ ഈ പദം ശ്രദ്ധിച്ചോണ്ട് ഇത് വിശദീകരിക്കാൻ എന്റെ മുമ്പിൽ സമയമില്ല. വാക്കിനാലും, my little children, let us not love in the word, neither in tongue, but in deed and truth. എന്ന് പറഞ്ഞ സിമ്പിളി പറഞ്ഞാൽ, എന്റെ സ്നേഹം നാവിൽ മാത്രമാകല്ലേ, പ്രവൃത്തിയിൽ കൂടെ ആകണം. In other words, my love should not just be in my tongue but in my actions. ഇവിടെ ഇരിക്കുന്ന സഹോദരനോട്, the brothers that are here, brother I love you എന്ന് പറയുമ്പോൾ അത് എൻ്റെ അതരത്തിൽ നിന്ന് മാത്രമാകല്ല, it should come from my heart. If you turn to a brother or sister in the room, you tell them you love them, it should not just be in your tongue but also from your heart, from my conscience. ഈ ഹൃദയത്തിന്റെ അകത്തൊരു സാധനം ഇരിക്കുകയും വാക്കിന്റെ അകത്ത് വേറൊരു സാധനം ആകല്ലെന്നാ പറഞ്ഞത് പൗലോസ്. So Paul is saying that യോഹന്നാൻ പറഞ്ഞത്. So John is saying that your heart should not be different to what your actions are doing. ഈ നമ്മുടെ പ്രശ്നം ഞാൻ തുറന്നു പറഞ്ഞോട്ടെ. Our problem is, can I say it openly? നമ്മളിൽ പലരും പൊയ്മുഖങ്ങളാണ്. Many of us we have put on a fake front. പുറമേ വ്യാജ ചിരിയാണ്. We give them a fake smile from അകമേ വേറെ ഒന്നാണ്. but inside we have something different. കോൺഷ്യൻസ് ക്ലിയർ അല്ല. Our conscience is unclear. ഈ നമ്മൾ ശ്രദ്ധിച്ച് അവരവരെ പരിശോധിച്ചാൽ അറിയാം. If you introspect on your own life, you will understand. ഈ പരിശുദ്ധാത്മാവ് സദാകാലം വാദിച്ചുകൊണ്ടിരിക്കത്തിരുന്നൊരു വാക്യമുണ്ട്. There is a verse that says the Holy Spirit will not eternally be സദാകാലം വാദിച്ചുകൊണ്ടിരിക്കുന്ന പറഞ്ഞാൽ എവിടെ വാദിച്ചുകൊണ്ടിരിക്കത്തില്ല? In your conscience. The Holy Spirit says that He will not be eternally disputing for you. That is your conscience. ചെറിയ കാര്യങ്ങൾക്കകത്ത് പോലും നമ്മുടെ മനസ്സാക്ഷിയുടെ ഇടപെടലിനെ സെൻസ് ചെയ്യണം. You should sense the intervention of your conscience even in the little things. ആമേൻ പറഞ്ഞേ. Can we say amen? അവരവരുടെ ജീവിതം പരിശോധിച്ചാൽ അറിയാം. If you introspect on your own life, you will understand. ഇപ്പൊ ഞാൻ എന്റെ കാര്യം പറയാം. So I'll tell you something about me. ജോലി സ്ഥലത്ത് രാത്രി ഞങ്ങളെ 2-3 പേരേ ഉള്ളൂ ജോലി ചെയ്യാൻ. At work there is only 3 or 4 of us on site working. ആമേൻ. കൈ കഴുകി ടിഷ്യൂ എടുത്തു. ടിഷ്യൂ ഇത് എന്റെ കാര്യം പോലെ അങ്ങ് ചിന്തിച്ചോ. Just pretend it's me. I go and wash my hands and I take a towel. ടിഷ്യൂ റോളിൽ നിന്ന് വലിച്ചെടുത്തു കൈയൊക്കെ തുടച്ചു. I take that tissue and I'm rolling it out and I wipe my hands. ബിൻ അങ്ങേ മൂലക്കിരിക്കുക. The bin is on the other corner of the room. ക്യാമറ ഒന്നും ഇല്ല. There are no cameras there in the അപ്പോൾ bathroom. ഇവിടെ നിന്ന് എനിക്ക് അവിടെ വരെ പോകാൻ വയ്യാത്തതിന് ഞാൻ ഇവിടെ നിന്ന് വലിച്ച് അങ്ങോട്ട് എറിയുക കൊട്ടയ്ക്കകത്ത്. So because I don't want to walk all the way over there, I'm just throwing it from the distance. കൊട്ടയ്ക്കകത്ത് വീഴുമെന്ന് വിചാരിച്ചാ ഞാൻ എറിഞ്ഞത്, പക്ഷേ കൊട്ടയ്ക്കകത്ത് വീണില്ല, താഴെ വീണു. I throw it expecting it would land inside the bin, but it doesn't land in the bin, it lands on the side. പെട്ടെന്ന് എൻ്റെ ബ്രെയിൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. Immediately my brain communicates. സാരമില്ല, ആരും കണ്ടിട്ടില്ല. It's fine, nobody's seen me. ക്യാമറ ഇല്ല ബ്രദറെ. There's no camera here, brother. പുറകെ ആരെങ്കിലും വരുമ്പോൾ പെറുക്കിക്കോളും. And immediately when someone comes behind you, I'll go pick it ഞാൻ up. തിരിഞ്ഞു നടന്നു. I turned back and I walked. പെട്ടെന്ന് സ്പ്ലിറ്റ് സെക്കൻഡിൽ എൻ്റെ കോൺഷ്യൻസ് സംസാരിക്കാൻ തുടങ്ങി. Immediately my conscience started to speak to me. You are a pastor. തിരിഞ്ഞു നടക്കടാ. Go back. പെറുക്കിയെടുക്കാൻ എൻ്റെ ഇതിട. Go pick it up and put it in the bin. ആരിടപെട്ടു അവിടെ? Who intervened? കോൺഷ്യൻസ്. പരിശുദ്ധാത്മാവ് സംസാരിച്ചു കോൺഷ്യൻസുമായി. The Holy Spirit spoke to my conscience. ഞാൻ പക്ഷേ വിചാരിച്ചു, I thought though, ഞാൻ സൂപ്പർവൈസറാ, but I'm a supervisor here. വേറെ ആരും പെറുക്കുള്ളൂ. Someone else can pick it up for me. ഞാൻ ആരെ അനുസരിച്ചില്ല. Who did I disobey? See, our conscience will become the voice of God. പക്ഷെ ഞാൻ ആരെ അവഗണിച്ചു? But who did I discard? മനസ്സിലായോ? അടുത്ത പ്രാവശ്യം വന്നു. The next time came. സ്തോത്രം, ഹല്ലേലൂയ. ഞാനൊരു ബ്രദറിനോട് കൈ കൊടുത്തു. I gave my hand to a brother. ആ ബ്രദർ പറഞ്ഞു, ഞാൻ ഇന്നലെ പാസ്റ്ററെ വിളിച്ചായിരുന്നല്ലോ.
that brother said, Pastor, I called you. അപ്പം പെട്ടെന്ന് എന്റെ കോൺഷ്യൻസ് പറഞ്ഞു സത്യം പറയടാ. Immediately my conscience said, say the truth. നിന്റെ ഉള്ള കാര്യം പറ. Say the truth. അപ്പൊ ഞാനത് പറയാൻ നാവെടുത്തു, പക്ഷെ എന്റെ ബുദ്ധി കയറി ഇടപെട്ടു. I took my tongue to say the truth, but my brain took over. എന്തിനാ നീ സത്യം പറയുന്നേ? Why do you need to say the truth? സത്യവും കള്ളം കൂടെ കള്ളമല്ല നീ പറയുന്നത്, കള്ളമല്ല പറയുന്നത്, പക്ഷെ സത്യം പറയുകയും വേണ്ട. You're not saying a lie, but you don't need to say the truth. അപ്പൊ മനസാക്ഷി നിന്നോട് ഇടപെടുക. So your conscience is communicating to you. നീ മനസാക്ഷി പറയുന്നതിനെ അവഗണിച്ച് എന്തു പറഞ്ഞു? You are disregarding what your conscience said, and you said, നിങ്ങൾക്ക് ഇത് മനസ്സിലാകാൻ വേണ്ടിയാ ഞാൻ ഈ പറയുന്നത്. I'm telling you this so you understand it. ഹല്ലേലൂയ. മനസാക്ഷി നിന്നോട്, പരിശുദ്ധാത്മാവ് മനസാക്ഷിയോട് ഇടപെടുകയാണ്. ആ കോൺഷ്യൻസ് നിന്നോട് നിന്റെ സോൾ, നിന്റെ മൈൻഡിനോട് ഇടപെട്ടു. ആ ശബ്ദം നീ തിരിച്ചറിഞ്ഞിട്ടും അത് നീ കേട്ടിട്ടും നീ അതിനെ അവഗണിച്ചു. Your conscience spoke to your mind, but even though the Holy Spirit is speaking to you, you disregarded it. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? Do you understand this? അടുത്ത പ്രാവശ്യം വന്നു, The next time came, മനസാക്ഷി നിന്നോട് സംസാരിക്കുകയല്ല. your conscience won't speak to you. Because പല വിധത്തിൽ നീ ഒഫൻഡഡ് ആയി. Because in many ways you are offended. ദൈവത്തോടും മനുഷ്യനോടും. To God and to man. മനസ്സിലാകുന്നുണ്ടോ? Do you understand ഈ this? വാക്യം ഒന്നുകൂടെ വായിച്ചാൽ, സമയം കഴിഞ്ഞു, വാക്യം വായിച്ചാൽ. Let's read this verse again. കുഞ്ഞുങ്ങളെ, വാക്കിനാലും നാവിനാലും അല്ല, പ്രവൃത്തിയാലും അല്ല. ആ പ്രവൃത്തിയാലും പെട്ടെന്ന് ഉറക്കെ വായിച്ചാൽ. മൈക്ക് പ്ലീസ്. But in action and in truth. വായിച്ചാട്ടെ. In practice and sincerity, because practical act of love are more than words. അടുത്ത പദം 19 വാക്യം. നാം സത്യത്തിന്റെ പക്ഷത്ത് നിൽക്കുന്നവൻ എന്ന് ഇതിനാൽ അറിയും. നാം സത്യത്തിന്റെ പക്ഷത്ത് നിൽക്കുന്നവൻ എന്ന് ഇതിനാൽ അറിയും. And hereby we know that we are of the. കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് വ്യാജന്മാരാകാൻ ആഗ്രഹിക്കുന്നില്ല. What the Lord desires of you is for you not to be someone that is ഒരു evil. തെറ്റ് പറ്റിയാൽ നാം അത് കൺഫസ് ചെയ്യേണ്ടത് കൺഫസ് ചെയ്യുക. If you have a wrongdoing from your side, just confess it when you confess and clear that, Holy Spirit will start ministering to you again. എന്തുകൊണ്ടാണ് നീ ദൈവശബ്ദം കേൾക്കാതെന്നറിയാമോ? നിന്നോട് സംസാരിച്ച പല കാര്യങ്ങൾക്കകത്തും നീ കോൺഷ്യൻസിനെ മറികടന്ന് ചെയ്തേക്കുന്നത്. Why is it that the Holy Spirit does not speak to you? Is because many times he has spoken to you, you have ignored him. ഹല്ലേലൂയ. അതുകൊണ്ട് പൗലോസ് പറഞ്ഞത്, എന്റെ വേൾഡ്ലി അപ്പൻ എന്റെ ശരീരം പലതും എന്നോട് ആവശ്യപ്പെടുന്നുണ്ട്. ആമേൻ. ലോകത്തിന്റെ സ്നേഹം പലപ്പോഴും വാതിൽക്കൽ നിന്ന് മുട്ടുകയാണ്. ഫ്ലഷ് എന്നോട് പലതും ചോദിക്കുകയാ. I exercise myself, I strive myself, I endeavor myself to keep my conscience void of all the offense. എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ആമേൻ, when I face these people, ഇപ്പോഴും ഹല്ലേലൂയ, കോർട്ടിന് മുമ്പിൽ നിൽക്കുമ്പോഴും I hear the live voice of God. ഒരാമേൻ പറഞ്ഞേ. Can we say amen? അടുത്ത വാക്യം വായിച്ചാൽ, പെട്ടെന്ന് വായിച്ചാണ്. Next verse. ഇതിനാൽ അറിയും ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നു. അവിടെ ഹൃദയം എന്ന പദം ശരിക്കും കോൺഷ്യൻസാ. So our heart in truth is our conscience. ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നു. Whenever our heart convicts us in guilt, for God is greater than our heart. ഹൃദയം നമ്മെ കുറ്റം വിധിക്കുകയാണെങ്കിൽ സ്തോത്രം. If our heart is condemning us, ദൈവം നമ്മുടെ ഹൃദയത്തെക്കാൾ വലിയവനും എന്ന് പറഞ്ഞാൽ കണക്ഷൻ ഉണ്ടെന്ന് അതിന്റെ അർത്ഥം. that means there is a connection. കുറ്റം വിധിക്കുന്നില്ല, കണക്ഷൻ എന്തില്ല. If you are not being condemned, that means there is no connection. Holy Spirit is not convicting you anymore. ഒരു സ്മോൾ അടിച്ചു. You might have drunk a little bit. UK ലാ ബ്രദറെ. You're in the UK. ഒരു ചെറിയ സ്മോൾ അടിച്ചാൽ കുഴപ്പമൊന്നും. It doesn't really matter if you drink a little bit. Immediately Holy Spirit convicted you in your conscience. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു? But what did we do? അതിനെ അവഗണിച്ചു. We ignored it. 2-3 പ്രാവശ്യമായി. And it has happened 2 or 3 times now. പിന്നെ കമ്മ്യൂണിക്കേഷൻ പോയി. And now the communication has gone. Holy Spirit is not convicting you anymore. Disconnected Christianity. ഇപ്പം നിന്റെ സാഹചര്യം എന്നറിയാമോ? അകത്ത് കണക്ഷൻ ഇല്ലാത്തത് കൊണ്ട് വാക്കിൽ മാത്രമേ ഉള്ളൂ, പ്രവൃത്തിയിലില്ല. Now because you have no connection, your word is only in what you are doing in your practically, it's not in your heart. ഫ്രൂട്ട് ഉണ്ടാകണമെങ്കിൽ
വാക്കും പ്രവൃത്തിയും ഒന്നാകട്ടെ. For you to have fruit, your word and what is in your heart should be one. ഒരാമേൻ പറഞ്ഞേ. Can we say amen? ഹല്ലേലൂയ. അടുത്ത പദം കൂടെ വായിച്ചേ. 21 വാക്യം വായിച്ചു. പ്രിയമുള്ളവരെ, ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നില്ലെങ്കിൽ നമുക്ക് ദൈവത്തോട് പ്രാഗൽഭ്യമുണ്ട്. അവന്റെ കൽപ്പനകളെ നാം പ്രമാണിച്ച് 21 വാക്യം. Beloved, if our conscience, എന്റെ ബൈബിൾ കോൺഷ്യൻസ് എന്നാ പറഞ്ഞിരിക്കുന്നത്, കോൺഷ്യൻസ് ഡു നോട്ട് അക്യൂസ് us, we have confidence. അപ്പം നമ്മുടെ മനസാക്ഷി കോൺഷ്യൻസ് കുറ്റം വിധിക്കുന്നില്ലെങ്കിൽ എന്തുണ്ട്? So if your conscience is not being condemned, what happens? ദൈവത്തോട് എന്തുണ്ട്? പ്രാഗൽഭ്യമുണ്ട്. പ്രാഗൽഭ്യം എന്ന് പറഞ്ഞാൽ still Holy Spirit is convicting me, I'm hearing that voice, my conscience became the voice of God. അതുകൊണ്ട് നിങ്ങൾ ഈ ചിലരുടെ ശുശ്രൂഷ ശ്രദ്ധിക്കുമ്പോൾ അറിയാം, ചിലരുടെ മുമ്പിൽ നമ്മൾ ചെന്നിരിക്കുമ്പോൾ അവന്റെ സാഹചര്യം ഓട്ടോമാറ്റിക്കലി പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് വെളിപ്പെടുത്തി തരും. Sometimes if you pay attention to some ministries, you will understand that when you are stood before someone, God will reveal his pain to you. അവന്റെ സിറ്റുവേഷൻ അവൻ പറയാതെ സ്തോത്രം വെളിപ്പെടുത്തി ദൈവത്തെ എവിടെ വെളിപ്പെടുത്തും? കോൺഷ്യൻസിൽ പരിശുദ്ധാത്മ കൺവിക്ട് ചെയ്ത് തരും. ആമേൻ, ഹല്ലേലൂയ. എന്താണെന്നറിയാമോ? ലൈവ് കണക്ഷൻ കിട്ടുക. God will reveal the situation of that person in your conscience, because there is still a live connection between you and the Holy Spirit. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ചിലരോട് ചോദിക്കാം, ആമേൻ, ഇന്നത്തെ ആരാധനയ്ക്ക് എത്ര ദൈവ സാന്നിധ്യം അനുഭവിച്ചു? ദൈവ സാന്നിധ്യം അനുഭവിച്ചേ ഇല്ല. ബിക്കോസ് യുവർ കോൺഷ്യൻസ് ഈസ് ഫുൾ ഓഫ് ഒഫൻസസ്. ദൈവത്തോടോ മനുഷ്യരോടോ എവിടെയൊക്കെയോ ഒഫൻസുകൾ വന്ന് സ്തോത്രം കണക്ഷൻ പോയി, ഡിസ്കണക്റ്റഡ് ആയി, ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്നില്ല, ദൈവശബ്ദം തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഇനി ആരെങ്കിലും തലയെ കൈവച്ച് പ്രവചിച്ചാൽ പോലും ആ ദൂതിനെ ചോദ്യം ചെയ്യും. That even if someone lays their hands on you and prophesies, you will question it. രാമേ പറഞ്ഞേ. Can we say amen? ഹല്ലേലൂയ. 22 വാക്യം വായിച്ചാട്ട്. അവന്റെ കൽപ്പനകളെ നാം പ്രമാണിച്ച്, അവന്റെ കൽപ്പനകളെ പ്രമാണിച്ച് അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് എന്ത് യാചിച്ചാലും അവങ്കൽ നിന്ന് ലഭിക്കും. ഇനി മുന്നോട്ട് പോകാൻ സമയമില്ല, ഈ പദം മറക്കല്ലേ. ഈ 3 വാക്യം പറഞ്ഞിട്ട് പൗലോസ് ഒരു കാര്യം പറയാ, നിന്റെ കോൺഷ്യൻസ് ക്ലിയർ ആണെങ്കിൽ അവനോട് നീ എന്ത് ചോദിച്ചാലും ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും. രാമേ പറഞ്ഞേ. If your conscience is clear, whatsoever you ask him, he will give it to you. പ്രാർത്ഥനയ്ക്ക് എന്നാ മറുപടി കിട്ടാത്തെന്ന് അറിയാമോ? Do you know why you do not receive an answer to your ചിലർ പറയും, prayers? പാസ്റ്റർ എല്ലാവരുടെയും വിഷയത്തിന് മറുപടിയായി, എന്റെ വിഷയത്തിന് മറുപടി ആയില്ല. Some people say, Pastor, everyone else has received an answer to their prayers, but it's only me. എത്രയോ തവണ എത്രയോ വിഷയങ്ങൾക്കകത്ത് പരിശുദ്ധാത്മാവ് നിന്നെ കൺവിക്ട് ചെയ്തിട്ടും നീ അനുസരിച്ചില്ല, നീ പൊയ്മുഖമായി തുടരുകയാണ്. ആമേൻ, ഹല്ലേലൂയ. നീ പൊയ്മുഖമായി തുടർന്നാൽ, ആമേൻ, പുറമേയുള്ള വേഷത ക്രിസ്തീയ ജീവിതം വേഷധാരിയായി തുടർന്നാൽ, ആമേൻ, പൗലോസ്, തിമോത്തി, യോഹന്നാൻ അപ്പോസ്തലൻ ലേഖനത്തിൽ പറയുകയാണ്, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടാകണമെങ്കിൽ നിന്റെ കോൺഷ്യൻസ് ക്ലിയർ ആകണം. ദൈവത്തോട് മനുഷ്യരോട് കുറ്റമറ്റ മനസാക്ഷി ഉണ്ടായിരിക്കണം. അങ്ങനാണെങ്കിൽ സ്തോത്രം, ഹല്ലേലൂയ, യാചിക്കുന്നത് അവങ്കൽ നിന്ന് ലഭിക്കും. That is what John says in his letter, that he says that if you have a clear conscience, whatsoever you ask God in prayer, it will be given to you. ദൈവസൻ എല്ലാവരും ഒരു മിനിറ്റ് എഴുന്നേറ്റ് നിന്നാണ്. Can we all stand up in the presence of God? ദൈവസൻ എല്ലാവരും ഒരു മിനിറ്റ് എഴുന്നേറ്റ് നിന്നാണ്. Can we all stand up in the presence of God? ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഒരു മിനിറ്റ് എല്ലാവരും പ്രാർത്ഥിച്ചേ. സ്തോത്രം, ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ് ജീസസ്. ദൈവസൻ ഒരു മിനിറ്റ് എഴുന്നേറ്റ് നിന്ന് സ്തോത്രം, ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥിച്ചാട്ട്. ഈ ഭാഗങ്ങളുടെ പകുതി പോലും നാം വന്നിട്ടില്ല. നിർമ്മല മനസ്സാക്ഷി, സ്തോത്രം. അതുകൊണ്ട് വചനത്തിൽ വായിക്കുന്നത്, അവരിൽ ചിലർ വിശ്വാസം വിട്ടുകളഞ്ഞു. ഹല്ലേലൂയ. നിർമ്മല മനസ്സാക്ഷി വിട്ടുകളഞ്ഞ വിശ്വാസ കപ്പൽ ഉടഞ്ഞു പോയി ചിലരുടേത്. വിശ്വാസം തകർന്നു. മറക്കരുത്, മിസ്റ്റിക് സീക്രട്ട് ഓഫ് ഫെയ്ത്ത് ഇൻ അവർ പ്യുവർ കോൺഷ്യൻസ്. ഇഫ് യുവർ കോൺഷ്യൻസ് ഈസ് നോട്ട് ക്ലിയർ, ദൈവത്തോടും മനുഷ്യരോട് കുറ്റമറ്റ മനസ്സാക്ഷി ഇല്ലെങ്കിൽ, you will not be having mystical faith, substance of faith, and hence your prayer will not be answered. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിച്ചേ. ഇന്ന് രാത്രി അവരൊന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, ഇന്ന് രാത്രിയിലും കുഞ്ഞു കർത്താവായ യേശുവിന്റെ രക്തം നമ്മുടെ നമ്മുടെ മനസ്സാക്ഷി കഴുകി ശുദ്ധീകരിക്കുന്ന രക്തമാണ്. നിർമ്മല മനസ്സാക്ഷി തരാൻ പ്രാപ്തമായ രക്തമാണ്. കർത്താവിനോട് പറഞ്ഞ സമയം കഴിഞ്ഞ് ഒരു മിനിറ്റ് കൂടെ എല്ലാവരും പ്രാർത്ഥിച്ചേ. കർത്താവേ, ഞാൻ ഡിസ്കണക്റ്റ് ആയി, ഐ വോണ്ട് ടു ഹിയർ യുവർ വോയിസ്. എൻ്റെ മനസ്സാക്ഷി ദൈവശബ്ദമായി മാറട്ടെ. ആമേൻ, ഹല്ലേലൂയ. ഞാൻ ഫലം കായ്ച്ചേ മതി. ഐ വോണ്ട് ടു ബി ഫ്രൂട്ട്ഫുൾ. ഐ വോണ്ട് മൈ കോൺഷ്യൻസ് ടു ബി ദ വോയിസ് ഓഫ് ഗോഡ്. ഐ വോണ്ട് ടു ഹിയർ യുവർ വോയിസ്. ആമേൻ. എത്രയോ പ്രാവശ്യങ്ങൾ ദൈവം സംസാരിച്ചിട്ടും ഞാൻ അതിനെ അവഗണിച്ചു കളഞ്ഞു. എൻ്റെ മനസ്സാക്ഷിയെ ഞാൻ അവഗണിച്ചു.
പ്രാർത്ഥിച്ചേ, എല്ലാവരും ഒരു മിനിറ്റ് പ്രാർത്ഥിച്ചാട്ട്. സ്തോത്രം. ഇന്ന് രാത്രി ആമേൻ ഹല്ലേലൂയ